ഫുട്ബോളിൽ മതം കലർത്തുന്ന ഒരു അത്യന്തം ദൗർഭാഗ്യകരമായുള്ള ഒരു പ്രവണത ഇപ്പോൾ ഇവിടെ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് മുതലൊക്കെ നമുക്കിത് കാണാൻ സാധിച്ചിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളിലും മതം കണ്ടെത്തുക, മതം തിരയുക എന്നുള്ളതാണ് ഇപ്പം ചില ചാനലുകളുടെയും അതുകൂടാതെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയൊക്കെ പ്രധാന ഹോബി. മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾക്കൊക്കെ ഈ രീതിയിലുള്ള ഒരു ദുഷിച്ച പ്രവണത കൊണ്ടുവന്നതിൽ വലിയൊരു റോളുണ്ട്. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്കൊരു ആവേശമാണ്. പ്രത്യേകിച്ച് ലോകകപ്പ് എന്ന് പറയുമ്പോൾ 4 വർഷത്തിലൊരിക്കൽ വരുന്ന ഈ കായിക മാമാങ്കത്തെ നമ്മൾ അത്രയും സ്നേഹത്തോടെ അത്രയും ആവേശത്തോടെയാണ് നെഞ്ചേറ്റുന്നത്. അപ്പോൾ അതിൽ ജാതി മത വർഗീയ വിഭാഗീയ ചിന്തകൾക്കൊന്നും ആരും ഒരു പ്രസക്തിയും കൊടുക്കാറില്ല, അല്ലെങ്കിൽ ഒരു പരിഗണനയും കൊടുക്കാറില്ല. പക്ഷേ സമീപകാലത്തായിട്ട് ഖത്തർ വേൾഡ് കപ്പിനൊക്കെ ശേഷം ഇതിലൊരു മാറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ചില ടീമുകളോട് ഒരു പ്രത്യേക താല്പര്യം, അല്ലെങ്കിൽ ചില താരങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം, മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള താല്പര്യം, ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജൻറ്റീന ടീം ജയിക്കുകയായിക്കോട്ടെ തോൽക്കുകയായിക്കോട്ടെ, പക്ഷേ അതിനെ കളിയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താതെ അർജൻറ്റീന എന്ന് പറയുന്ന ടീം ഒരു ഇസ്രായേൽ അനുകൂലികളാണെന്നൊക്കെ വരുത്തി തീർക്കാൻ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ ശ്രമിക്കുന്നു. അവരുടെ ഒരു രാഷ്ട്രീയമുണ്ട്, അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം അവർക്കുണ്ട്. അതിനെ ഫുട്ബോളുമായിട്ട് കൂട്ടിക്കഴിച്ച് വളരെ നൈസായിട്ട് അവർ അതിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്, അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഉളുപ്പും ഇല്ലാതെ വർഗീയത ഫുട്ബോളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം. ജനൻ TV ഉൾപ്പെടെയുള്ള ചാനലുകളും ഇതേ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഫുട്ബോളിനെ ഫുട്ബോളായിട്ട് കാണുക എന്നുള്ളതാണ്. കാരണം മലയാളികളെ സംബന്ധിച്ച് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കാലം, ഇപ്പം പ്രത്യേകിച്ച് ലോകകപ്പൊക്കെ ആണെങ്കിൽ ഒരു മാസ കാലയളവിൽ അവർ മറ്റ് വിഭാഗീയ ചിന്തകളൊക്കെ മാറ്റി നിർത്തി ഫുട്ബോളിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചെറുപ്പക്കാരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മറ്റ് വിഭാഗീയ ചിന്താഗതികൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളൊന്നും അവരെ ബാധിക്കുന്നേ ഇല്ല. ഇഷ്ടപ്പെടുന്ന ടീം ഏതാണോ ആ ടീമിനൊപ്പം നിലയുറപ്പിക്കുക, ആ ടീമിൻ്റെ ശരി കുറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ആ ടീമിലെ താരങ്ങളെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുക, വാഗ്വാദങ്ങളിൽ ഏർപ്പെടുക, അതൊരു വേറൊരു ലോകമാണ്. കാരണം ശരിക്കും ചെറുപ്പക്കാർ ശരിക്കും ഒരു ആവേശപൂർണമായ ഒരു സാഹചര്യത്തിലൂടെ പോകുന്നൊരു കാലയളവാണ്. അപ്പോൾ അതിലും ഇപ്പോൾ ഒരു വിഘാതം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഈ മതം തിരിയുന്ന സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു താരം സുജൂദ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഒരു താരം എന്ത് ചെയ്യുകയാണെങ്കിലും ആ താരത്തിൻ്റെ വ്യക്തിപരമായുള്ള കാര്യമാണ്. മുമ്പ് കുരിശ് വരയ്ക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുന്ന താരങ്ങളുണ്ട്. അതൊക്കെ അവരുടെ ഒരു വ്യക്തിപരമായുള്ള കാര്യമാണ്. അതിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുകൂടാതെ തന്നെ പാലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ചില ടീമുകളോടൊരു വല്ലാത്ത പ്രതിബദ്ധത, അവർ മാത്രമാണ് ശരി എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാത്തിലും മതം കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ഇവിടെ അർജൻറ്റീനയെയും ബ്രസീലിനെയും അല്ലെങ്കിൽ ഫ്രാൻസിനെയും സ്പെയിനെയും ഇറ്റലിയെയും ജർമ്മനിയെയും ഒന്നും ആരാധിച്ചത് മതം നോക്കിയല്ല. കാരണം ആരും താരങ്ങളുടെ മതമോ അല്ലെങ്കിൽ അവരുടെ വംശമൊന്നും നമ്മൾ ആരും പരിശോധിച്ചിട്ടില്ല. നമുക്ക് നോക്കിയിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ നോക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫുട്ബോളാണ്. അവരുടെ കളി മികവ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൈദഗ്ധ്യം, അതാണ് നമ്മളെ ആകർഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു താരം എത്ര മികവുള്ള താരമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ, വ്യക്തിപരമായുള്ള നിലപാടുകൾ, ഇതെല്ലാം ഇഴകേറി പരിശോധിച്ചാണ് ഒരു ഫൈനൽ അനാലിസിസിലെത്തുക. അതിനായിട്ട് കുറേ വിശകലന വിദഗ്ധരുണ്ട്, വേറെ പണിയൊന്നുമില്ല, ഇത് തന്നെ ചെയ്യുക എന്നതാണ്. ഇത് വളരെ ഒരു ടോക്സിക് ആയുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. കാരണം ചില ടീമുകളെ ഈ രീതിയിൽ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തരം പ്രോഗ്രാമുകളൊക്കെ കാണുമ്പോൾ വളരെ ദൗർഭാഗ്യകരമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്പോർട്ടാണ്. അപ്പോൾ ഫുട്ബോളിനെ ഫുട്ബോളായിട്ട് കാണാതെ മതത്തിൻ്റെ ആംഗിളിൽ കാണുക എന്ന് പറയുമ്പോൾ അത് ആ രീതിയിലുള്ളൊരു വിഭാഗീയത ഇനി ഇവിടെ അധികം വൈകാതെ തന്നെ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ദൗർഭാഗ്യമായ ഒരു കാര്യം തന്നെയാണ്.